ഇവരെ നെക്കി പിടിയുന്ന പരിപാടിയാണ്. ഇവർക്ക് തോന്നുമ്പോൾ പാർട്ടി ഫണ്ട് കൊടുക്കണം, ഇങ്ങനെ വേണം, ബാക്കിയുള്ളത് വേണം, CSR ഫണ്ടിലുള്ളത് മുഴുവൻ അവർക്ക് കൊടുക്കണം എന്നുള്ള നിർബന്ധ ബുദ്ധിയാണ്. PV അൻവർ ഇടതുപക്ഷ മുന്നണിയുടെ MLA ആയിട്ടിരിക്കുന്ന സമയത്ത് PV അൻവർ പറഞ്ഞത് കേരളത്തിൽ ഞാനൊരു പെട്ടിക്കട പോലും തുടങ്ങില്ല എന്ന് പറഞ്ഞത്. ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ വരുന്നവനെ ഓടിച്ചു വിടുക. എന്നിട്ട് ഇവർ പറയുകയാണ് 1 ലക്ഷം സംരംഭങ്ങൾ തുടങ്ങിയെന്ന്. ഇവരെന്തോ സംരംഭം തുടങ്ങിയെന്നാണ് പറയുന്നത്. പൈസ ഇറക്കാൻ വരുന്നവനെ നീ നിന്റെ പണി നോക്കിപ്പോടാന്ന് പറഞ്ഞാൽ ആട്ടി ഓടിക്കുമ്പോൾ മറ്റോർത്ത് അവർ കയ്യും നീട്ടി സ്വീകരിച്ച് കേരളത്തിൽ നിക്ഷേപിക്കേണ്ടുന്ന പണം അവിടെ കൊണ്ടുപോയി നിക്ഷേപിക്കുകയും ഇവിടെ ഉണ്ടാകുന്ന തൊഴിലവസരങ്ങൾ അവിടുത്തെ തൊഴിലവസരങ്ങളായിട്ട് മാറുകയും ചെയ്യുമ്പോൾ അതിൻ്റെ കെടുതികൾ അനുഭവിക്കുന്നത് ഞാനും നീയും ഒക്കെ ഉൾപ്പെടുന്ന നമ്മുടെ നാട്ടിലുള്ള സമൂഹമാണ്. നമസ്കാരം, വൈറ്റ് സ്വാൻ ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമസ്കാരം സർ. നമസ്കാരം. ഈ കിറ്റെക്സ് ഗ്രൂപ്പും അതുപോലെ തന്നെ സർക്കാരും തമ്മിലുള്ള വാഗ്വാദം കുറെ നാളുകളായിട്ടുള്ളതാണ്. ഇപ്പോൾ കൂടുതൽ ശക്തി ആർജിച്ചു വരികയാണ്. എന്താണ് അവർ തമ്മിൽ ശരിക്കുള്ളൊരു പ്രശ്നം? കിറ്റെക്സ് ഗ്രൂപ്പ് എന്നുള്ളതല്ല, ഇവിടെ കേരളത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഇപ്പോൾ ഒരു വ്യവസായിക്കും താല്പര്യമില്ല. കാരണം ഇവരെ നെക്കി പിടിയുന്ന പരിപാടിയാണ്. ഇവർക്ക് തോന്നുമ്പോൾ പാർട്ടി ഫണ്ട് കൊടുക്കണം, ഇങ്ങനെ വേണം, ബാക്കിയുള്ളത് വേണം, CSR ഫണ്ടിലുള്ളത് മുഴുവൻ അവർക്ക് കൊടുക്കണം എന്നുള്ള നിർബന്ധ ബുദ്ധിയാണ്. ഇവിടെ 1 ലക്ഷത്തോളം പുതിയ സംരംഭങ്ങൾ ആരംഭിച്ചെന്ന രാജീവ് പറഞ്ഞത്. ആരെങ്കിലും പെട്ടിക്കട തുടങ്ങിയാലും ലോട്ടറി കച്ചവടം തുടങ്ങിയാലും അതും സംരംഭമായിട്ടാണ്. അങ്ങനെയാണെങ്കിൽ 1 ലക്ഷം അല്ലെന്നേ, ഒരു 10 ലക്ഷത്തോളം സംരംഭങ്ങൾ കേരളത്തിലുണ്ട്. കാരണം കേരളത്തിലെ എല്ലാ മുക്കിലും മൂലയിലും ബിവറേജ് ഷോപ്പ് അടച്ചു കഴിഞ്ഞാലും ബിവറേജിൽ നിന്നുള്ള മദ്യം ഓട്ടോറിക്ഷക്കാരും ബാക്കിയുള്ളവരൊക്കെ അങ്ങനെ കൊണ്ടുവന്ന് വിൽക്കുന്നവരുണ്ട്. അതെല്ലാം അതും കൂടെ സംരംഭമായിട്ട് കൂട്ടിക്കഴിഞ്ഞാൽ 10 ലക്ഷം സംരംഭകരുണ്ട്. അല്ലാതെ കേരളത്തിൽ ആരെ ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാവുന്നത്? കേരളത്തിലെ അതിന് പറ്റിയിട്ടുള്ള ഒരു വ്യാവസായിക സൗഹൃദ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിനകത്ത് ഈ സർക്കാർ വളരെ പരാജയമാണ്. ഉള്ളവർ ഇവിടുന്ന് പെട്ടി തൂക്കി പോവുക. PV അൻവർ ഇടതുപക്ഷ മുന്നണിയുടെ MLA ആയിട്ടിരിക്കുന്ന സമയത്ത് PV അൻവർ പറഞ്ഞത് കേരളത്തിൽ ഞാനൊരു പെട്ടിക്കട പോലും തുടങ്ങില്ല എന്ന് പറഞ്ഞത്. കാരണം ഇതെല്ലാം പൂട്ടിക്കുന്ന പരിപാടി. ഈ ട്രേഡ് യൂണിയൻ സംസ്കാരം, പിന്നെ ഉമ്മാർക്ക് തോന്നുമ്പോൾ പൈസ കൊടുക്കുക, ഇവർ പറയുന്നത് കേട്ട് നിൽക്കുക എന്നുള്ളതാണ്. ലുലു ഗ്രൂപ്പ്, യൂസഫ് അലി, ഇവരുമായിട്ട് നല്ല ബന്ധമുള്ളതാണല്ലോ. യൂസഫ് അലി പിണറായി വിജയനുമായിട്ടൊക്കെ നല്ല അടുപ്പമുണ്ടല്ലോ. യൂസഫ് അലി കേരളത്തിൽ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടോ? അവരുടെ ലോജിസ്റ്റിക്സ് ഹബ് ഉണ്ട് നമ്മുടെ പെരുമ്പാവൂർ പോകുന്ന വഴിക്ക്, ആലുവയിൽ നിന്ന് പെരുമ്പാവൂർ പോകുന്ന വഴിക്ക് അശോകപുരം എന്ന് പറയുന്ന സ്ഥലത്ത് MA ലോജിസ്റ്റിക്സിൻ്റെ ഉണ്ട്. അതെന്താ ചെയ്യുന്നത്? അവരുടെ ലുലു ഹൈപ്പർ മാർക്കറ്റിലേക്ക് വേണ്ട സാധനങ്ങൾ ഷിപ്മെൻറ്റ് വരുന്നത് പിന്നെ കണ്ടെയ്നർ അവിടെ കൊണ്ടുവന്ന് ഓഫ്ലോഡ് ചെയ്യുന്നു. ഒരു വേറെ സമ്പ്രദായമാണ്. അല്ലാതെ അവർക്ക് എന്താ ഉള്ളത്? ഇവിടെ പൈസ മുടക്കുമല്ലോ. കാരണം യൂസഫ് അലി 1 രൂപ മുടക്കിയാൽ 1 രൂപ 10 പൈസയെങ്കിലും തിരിച്ചു കിട്ടണ്ടേ. അതേസമയം അദ്ദേഹത്തിൻ്റെ ലോജിസ്റ്റിക്സ് ഹബ്ബ്, പിന്നെ അത് ബാക്കിയുള്ള കാര്യങ്ങൾ, ഫുഡ് പ്രോസസ്സിങ് യൂണിറ്റ്, ബാക്കിയുള്ളതൊക്കെ ലക്നൌവിൽ തുടങ്ങുന്നു. പിന്നെ എയർ കാർഗോ വഴിയും സീ കാർഗോ വഴിയും സാധനം കൊണ്ടുവരാൻ ബുദ്ധിമുട്ടുള്ള കാശ്മീരി ശ്രീനഗറിൽ തുടങ്ങുന്നു. അപ്പോൾ ഇവിടെ എന്തുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല എന്ന് അറിയാമല്ലോ. ഇപ്പം കൊച്ചൗസേപ്പ് ചിറ്റിലപ്പള്ളിയുടെ തന്നെ ഒരു അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. കൊച്ചൗസേപ്പ് ചിറ്റിലപ്പള്ളി അദ്ദേഹത്തിൻ്റെ പിന്നെ ഗോഡൗണിലേക്ക് വന്ന സാധനം അദ്ദേഹത്തിൻ്റെ തൊഴിലാളികൾ ഇറക്കുമ്പം ഇവന്മാർ ചുവന്ന കൊടിയും പിടിച്ചിട്ട് അവിടെ ചെന്നു. അവർക്ക് നോക്കുകൂലി കിട്ടണമെന്ന് പറഞ്ഞു. ജീവനക്കാരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. പുള്ളി തന്നെ അത് ഓഫ്ലോഡ് ചെയ്തു. പുള്ളി ഒരു കിഡ്നി ഒരാൾക്ക് ഡൊണേറ്റ് ചെയ്തൊരു വ്യക്തിയാണ്. അപ്പം ഇങ്ങനെയുള്ള ആളുകളെ മുഴുവൻ മനസ്സ് മടുപ്പിച്ച് ഇവിടെ നിന്ന് പറഞ്ഞയക്കുകയാണ്. യുവതലമുറയ്ക്ക് ഇവിടെ നിൽക്കാൻ താല്പര്യമില്ല. എല്ലാവരും കാനഡയിലോ ഓസ്ട്രേലിയയിലോ ഒക്കെ പോകണം. ഏറ്റവും കുറഞ്ഞത് ചെന്നൈയിലോ ബാംഗ്ലൂരോ പോയിട്ട് പോകണമെന്ന് കരുതുന്നതാണ്. ഇവിടെ ഇവന്മാരെ ആൾക്കൂട്ട അക്രമം, ക്യാമ്പസിലെ റാഗിങ്, ഈ സംഭവം കൊണ്ട് SFIക്കാരെ കൊണ്ട്, ബാക്കി വ്യവസായികളെല്ലാം CIT-കാരെ കൊണ്ട് ഗതി കിട്ടിയിട്ട് ഇവിടുന്ന് പോവുകയാണ്. ഇന്ന് പിന്നെ കിറ്റെക്സ് സാബ് പറഞ്ഞിട്ടുള്ളത് ഓരോ വാക്കുകൾ ആലോചിക്കുക. അദ്ദേഹത്തിൻ്റെ 11,000-ഓളം തൊഴിലാളികളുള്ള യൂണിറ്റാണ് കിഴക്കമ്പലത്തുള്ളത്. മാത്രമല്ല CSR ഫണ്ടിൽ നിന്ന് എടുത്തിട്ട് ഇവന്മാർക്ക് കൊടുക്കുന്നില്ല, പക്ഷെ നേരിട്ട് ജനങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ ഭാഗമായിട്ടുള്ള അതൊരു ഭയമായിട്ട് സർക്കാർ കരുതുന്നുണ്ടോ? ഈ 2020 പോലത്തെയുള്ള രാഷ്ട്രീയ പ്രാതിനിധ്യം കൂടുമെന്ന് ഭയക്കുന്നുണ്ടോ? അല്ല, ഇവർ എപ്പോഴും പറയുമല്ലോ അത് അരാഷ്ട്രീയവാദമാണെന്ന്. അതാണ് ശരിയായ രാഷ്ട്രീയം. നമുക്ക് സമൂഹത്തിന് വേണ്ടി എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് ആലോചിക്കുന്നത്, നമുക്ക് ആരൊക്കെ സഹായിക്കാൻ കഴിയുമെന്ന് ആലോചിക്കുന്നതാണ്. ചാരിറ്റി പോലും ഈ കാലഘട്ടത്തിൽ പാലിയേറ്റീവ്, അതൊക്കെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ കാണണം. അങ്ങനെ കാണാനുള്ളത് ഇവർക്ക് മുണ്ടും മടക്കി കുത്തി കല്ലെറിയലും വഴിയെ പോകുന്നതിനെ അടിക്കലും ഇതാണ് രാഷ്ട്രീയത എഴുതിയിരിക്കുക. അവിടെയാണ് പ്രശ്നം. രാഷ്ട്രീയത്തെ ഇവർ കാണുന്ന ഒരു വിശുദ്ധ രാഷ്ട്രീയത്തിൻ്റെ തലത്തിലേക്ക് പോകാനുള്ള ശേഷിയില്ലായ്മയാണ് അവരിവിടെ പ്രയോഗിക്കുന്നത്. ഇപ്പോൾ തന്നെ ശ്രീനിജൻ പോസ്റ്റ് ഇട്ടിരിക്കുന്നു ഫേസ്ബുക്കിനകത്ത്. ശ്രീനിജൻ ജയിച്ചതെന്തുകൊണ്ടാണ്? ശ്രീനിജൻ ജയിച്ചത് കുന്നത്തനാട് ജയിക്കാൻ കാരണം കഴിഞ്ഞ തവണ 2020 സ്ഥാനാർത്ഥി നിർത്തിക്കൊണ്ടാണ്. അപ്പോൾ അവൻ സജീന്ദ്രൻ തോറ്റുപോയി. ഇപ്പോൾ അതിനകത്ത് ഒരുപക്ഷെ സാബുവും ജേക്കബിന് ഖേദം ഉണ്ടായിരിക്കും. പിന്നെ ശ്രീനിജൻ അങ്ങനെ രക്ഷപ്പെട്ട് ജയിച്ചു വന്നതാണ്. ശ്രീനിജൻ്റെ അമ്മായിയപ്പൻ കാണിച്ചു കൂട്ടിയിട്ടുള്ള എല്ലാ പരിപാടികളും നമുക്കറിയാമല്ലോ. ഒരു ന്യായാധിപൻ എങ്ങനെ ആയിരിക്കരുത് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവായിരുന്നു, ഒരു മാതൃകയായിരുന്നു ഇയാൾ. അങ്ങനെ ആയിരിക്കരുതെന്നുള്ളതിൻ്റെ നെഗറ്റീവ് അർത്ഥത്തിലാണ് വാക്ക് ഉപയോഗിക്കുന്നത്. KG ബാലകൃഷ്ണൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്നു. ശ്രീനിജൻ പിന്നെ ഈ ജാതിക്കാടൊക്കെ എടുത്ത് ഉപയോഗിക്കും ആവശ്യത്തിന് തരാതരം. ഇവിടെ ഈ സ്ഥാപനത്തെ ശ്വാസം മുട്ടിക്കുകയല്ലേ ഇത്? ഈ സ്ഥാപനത്തെ ശ്വാസം മുട്ടിക്കുക എന്ന് പറഞ്ഞാൽ 11,000-ഓളം തൊഴിലാളികളുണ്ട്. 11,000-ഓളം തൊഴിലാളികളുള്ള സ്ഥാപനത്തിൽ ഒരു ദിവസം ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് കയറി ഇറങ്ങുന്നു, ഫുഡ് ആൻഡ് സേഫ്റ്റിക്കാർ കയറി ചെല്ലുന്നു. എന്നിട്ട് ഇവരെ എല്ലായിടത്തും പരീക്ഷണമാണ്. അപ്പോൾ ഇവരുടെ അക്കോമഡേഷനകത്ത് പരിശോധിക്കുന്നു, ബാക്കിയുള്ളത് അടുത്ത ദിവസം ഫയർ ആൻഡ് സേഫ്റ്റിക്കാർ ചെല്ലുന്നു, സ്പ്രിംഗ്ലർ വെച്ചിട്ടുണ്ടോ, ബാക്കിയുള്ള എവിടെയെങ്കിലും ലോക്ക് ചെയ്യാൻ പറ്റുമോ നോക്കുന്നത്. ഓരോ സ്ഥലത്തും ഓരോ രീതിയിലുള്ള ബുദ്ധിമുട്ടാണ്. പിന്നെ അവിടുത്തെ മാലിന്യം എങ്ങോട്ടാണ് ഡിസ്പോസ് ചെയ്യുന്നത് എന്നുള്ളത് പരിശോധിക്കാൻ വേണ്ടി വരുന്നു. ഇപ്പോൾ ഈ സ്റ്റാഫിൻ്റെ അക്കോമഡേഷനിലൊക്കെ വരുമ്പോൾ അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള സാധനങ്ങൾ അവിടെ ഉണ്ട്.
അപ്പോൾ ഇവർ പരിശോധന നടക്കുന്ന സമയത്ത് അവരുടെ പ്രസൻസ് വേണമല്ലോ. അപ്പോൾ ഈ സ്ക്വാഡ് വരുന്ന സമയത്ത് ഒരു മണിക്കൂർ നേരത്തേക്കെങ്കിലും ഇവരുടെ പ്രവർത്തനം മുടക്കിക്കഴിഞ്ഞാൽ എത്ര കോടിയുടെ നഷ്ടം ഉണ്ടാവും എന്ന് ആലോചിക്കണം. 11,000 പേരുടെ ഒരു മണിക്കൂർ എന്ന് പറഞ്ഞാൽ 11,000 മാനവേഴ്സാണ്. അത് ഐഡലായിപ്പോയി, അത് പിന്നെ വേസ്റ്റ് ആയി പോകുന്നു. 11,000 മാനവേഴ്സ് എന്ന് പറയുമ്പം ഒരാളുടെ 8 മണിക്കൂർ വെച്ചിട്ടാണെങ്കിൽ 1375 പേരുടെ ഒരു ദിവസത്തെ പണി ബ്ലോക്കായി മൊത്തത്തിൽ. 11,000 പേരുടെ ഓരോ മണിക്കൂർ വെച്ച് നോക്കുമ്പോൾ, അങ്ങനെ വെച്ച് നോക്കുമ്പം ഒരു മാസത്തിൽ 26 ദിവസമുള്ളതാണ് കൂട്ടുന്നത്. അതിനെ വീണ്ടും 26 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 53 പേരുടെ ഒരു മാസത്തെ വർക്ക്, 53 പേർക്ക് ഒരു മാസത്തെ ശമ്പളം, 53 പേരുടെ ശമ്പളം ഇയാളെ കയ്യിൽ നിന്ന് വെറുതെ പോവുക. പ്രൊഡക്ടിവിറ്റി ഉണ്ടാവുന്നില്ല. ഇവന്മാർ വന്നിട്ട് ഓരോ ദിവസം കാണിക്കുമ്പോൾ, ഞാൻ പറഞ്ഞില്ല, ഓരോ ദിവസം ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനെ വിടുക. എങ്ങനെയൊക്കെ ലോക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കുക. ഇയാൾ ഗതി കെട്ടിട്ട് ശ്വാസം മുട്ടിയിട്ടാണ് ഇയാൾ പിന്നെ അവിടെ കൊണ്ടുപോയി തെലങ്കാന കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ് ചെയ്തത്. സാബുവൻ ജേക്കബിനെ മുഖ്യമന്ത്രിയായിട്ടുള്ള ചന്ദ്രശേഖർ റാവു കേരളത്തിലോട്ട് ചാർട്ടർ ചെയ്ത ഫ്ലൈറ്റ് വിട്ട് മറ്റേ സാബുവൻ ജേക്കബിൻ്റെ ടീമിനെ അവിടെ കൊണ്ടുപോയിട്ട് ചർച്ച നടത്തിക്കുന്നത്. കഴിഞ്ഞ ദിവസം ആന്ധ്രാപ്രദേശിൻ്റെ മന്ത്രി ചന്ദ്രശേഖർ റാവു ആരാന്ന് ആലോചിക്കണം. അദ്ദേഹം തെലങ്കാന രാഷ്ട്ര സമിതിയുടെ ആളായിരുന്നു. പിന്നീട് അത് ഇപ്പോൾ BRS എന്നാക്കി പാർട്ടിയുടെ മാറി. അദ്ദേഹത്തിൻ്റെ ഭരണം മാറി കോൺഗ്രസിൻ്റെ രേവന്ത് റെഡ്ഡി മുഖ്യമന്ത്രി ആകുമ്പോഴും സാബുവൻ ജേക്കബിന് അവിടെ യാതൊരു പ്രയാസവും ഇല്ല. വ്യവസായ സൗഹൃദ അന്തരീക്ഷമുണ്ട്. ഇവന്മാരന്മാരെയുള്ള ഈ തോന്നിയാസങ്ങളൊന്നും കാണിക്കാൻ വരുന്നില്ല. ഇത് കണ്ടിട്ട് ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിലുള്ള സവിത, ടെക്സ്റ്റൈൽസ് വകുപ്പ് മന്ത്രി സവിതയെ കിഴക്കമ്പലത്തോട്ട് വിട്ടു. അവിടെ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് പറയാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ്. ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ വരുന്നവനെ ഓടിച്ചു വിടുക. എന്നിട്ട് ഇവർ പറയുകയാണ് 1 ലക്ഷം സംരംഭങ്ങൾ തുടങ്ങിയെന്ന്. ഇവരെന്തോ സംരംഭം തുടങ്ങിയെന്നാണ് പറയുന്നത്, എനിക്കറിയില്ല എന്ത് സംരംഭം തുടങ്ങി. ഇവർ വേണമെങ്കിൽ കണ്ണൂരിൽ ബോംബുണ്ടാക്കുന്ന യൂണിറ്റ് തുടങ്ങിയത് വരെ ആയിരിക്കും, നാടൻ ബോംബുണ്ടാക്കുന്ന യൂണിറ്റ് തുടങ്ങിയതും സംരംഭമായിട്ടാണ് കൂട്ടിക്കാണാം. അല്ലാതെ ഇവിടെ വിസിബിൾ ആയിട്ടുള്ള ഒരു സംരംഭങ്ങൾ ഇവിടെ വന്നിട്ടില്ല. ഇവിടുത്തെ ചെറുപ്പക്കാർക്ക് ഇവിടെ തന്നെ തൊഴിൽ കിട്ടാനുള്ള അന്തരീക്ഷം ഉണ്ട് അവിടെ. ഇന്നും സാബുവൻ ജേക്കബ് പറഞ്ഞിട്ടുള്ള എന്താ, എൻ്റെ യൂണിറ്റ് തമിഴ്നാട്ടിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും നോർത്ത് ഇന്ത്യയിലോ ആന്ധ്രയിലോ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് ഇവിടത്തേത് പോലും ഞാനൊരു വട്ടം ആലോചിച്ചതാണ്, ഇവിടത്തേത് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ. ഈ ബിൽഡിംഗ് ഒക്കെ അവിടെ വെറുതെ കിടന്നാലും ശരി, 11,000 പേര് പണിയെടുക്കുന്ന അതവിടെ അപ്പുറത്തുണ്ടാക്കിയാലും ഒരു മാസം എനിക്ക് 400 കോടി രൂപ അധിക ലാഭം കിട്ടും. എന്നിട്ട് ഞാൻ ഇവിടെയുള്ള കുറേ പേർക്ക് ജോലി കൊടുക്കുന്നതല്ലേ എന്ന് കരുതിയിട്ടാണ് ഞാൻ നിർത്തുന്നതെന്നുള്ളത്. ദീപു എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, ഇദ്ദേഹത്തിൻ്റെ 2020 എന്ന് പറയുന്ന പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമിൻ്റെ ഭാഗമായിട്ട് നിന്ന് നിർദ്ധനായ ഒരു കുടുംബത്തിലെ അടിസ്ഥാന വർഗത്തിൽപ്പെട്ട ദീപു എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ ഈ CPM-ൻ്റെ ഗുണ്ടകൾ പോയിട്ട് കൊന്നില്ലേ. ആ വിഷയത്തിനകത്ത് ശ്രീനിജന് അനാവശ്യമായിട്ടുള്ള ഇടപെടലുകളും കാര്യങ്ങളൊക്കെ നടത്തി എന്നുള്ളതില്ലേ. ശ്രീനിജൻ എത്രയാൾ ദ്രോഹിക്കാൻ നോക്കിയിട്ടുണ്ട്. അങ്ങനെ ദ്രോഹിക്കാൻ നോക്കുമ്പം പുകച്ചങ്ങോട്ട് പുറത്തിയടിച്ചാൽ ആർക്കാ നഷ്ടം? സാബുവൻ ജേക്കബിന് നഷ്ടമൊന്നുമില്ല. സാബുവൻ ജേക്കബ് പറഞ്ഞത് കേരളം നിങ്ങളുടെ പിതൃസ്വത്തല്ല, പിണറായി വിജയൻ മഴു പറഞ്ഞുണ്ടാക്കിയതല്ല, പരശുരാമൻ്റെ കഥ ഐതിഹ്യം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എന്ന് പറഞ്ഞു. കിഴക്കമ്പലം ആരുടെയും തറവാട്ട് വകയല്ല എന്ന് ശ്രീനിജൻ പറഞ്ഞു. കിഴക്കമ്പലം തറവാട്ട് വകയായിരിക്കത്തില്ല, പക്ഷേ കിറ്റക്സ് തറവാട്ട് വകയാണ്. കിറ്റക്സ് സാബുവൻ ജേക്കബിൻ്റെ അപ്പൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയെടുത്ത് ഇവർ മക്കൾ വളർത്തിക്കൊണ്ടുവന്ന വലിയൊരു സാമ്രാജ്യമാണ്. അതാ അവരുടെ സ്വന്തമാണ്. അതിനകത്ത് എനിക്കോ നിങ്ങൾക്കോ പിണറായി വിജയനോ രാജീവിനോ ശ്രീനിജനോ ഒന്നും റോളില്ല. അയാൾ ഉണ്ടാക്കിയെടുത്തതാണ്. അയാൾ എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം, അയാൾക്ക് എവിടെയാണ് കംഫർട്ടബിൾ എന്നുള്ളത് അയാൾ തീരുമാനിക്കും. പക്ഷേ കേരളത്തിന് നഷ്ടമാണിത്. കാരണം ഇവരെ റിസ്ക് ഇല്ലാത്ത, അധ്വാനമില്ലാത്ത ബിസിനസ്സാണ് രാഷ്ട്രീയം എന്ന് വരെ ഇന്ന് സാബുവൻ ജേക്കബ് പറഞ്ഞു. രാജീവിനെ കുറിച്ച് ആ ബിസിനസ്സാണ് അവർ നടത്തുന്നത്. ശരിയാ, ഒരിട്ടും മുടക്കുമുതലില്ലല്ലോ. ഈ കല്ലെറിയാനുള്ള കുറച്ച് ഗുണ്ടാ ടീം ഉണ്ടായാൽ മതിയല്ലോ. വഴി തടയാനും ടയർ കത്തിക്കാനും വണ്ടിക്ക് കല്ലെറിയാനും ഒക്കെയുള്ള കുറച്ച് ആൾക്കാരുണ്ടായാൽ മതിയല്ലോ. പിന്നെ നോക്കുകൂലി മേടിക്കുക, മാസപ്പടി മേടിക്കുക, ഇതാണ് നടക്കുന്നത്. കോൺട്രാക്ടർമാരുടെ അടുത്ത്, ബാക്കിയുള്ളവരുടെ അടുത്ത്, വ്യവസായികളുടെ അടുത്ത് എത്ര വ്യവസായ സ്ഥാപനങ്ങൾ ഇവിടെ നിന്ന് ഉപേക്ഷിച്ച് പോയി. വയനാട്ടിൽ ഒരു പ്രവാസി വന്നിട്ട് സ്ഥാപനം തുടങ്ങിയപ്പം അത് പൊടിക്കാനുള്ള പരിപാടി നടത്തിയില്ലേ അവർ? വേണ്ട, ആന്തൂർ സാജൻ്റെ ആത്മഹത്യ നമുക്ക് ഓർമ്മയുണ്ടല്ലോ. ഒരു കൺവെൻഷൻ സെൻറ്റർ തുടങ്ങി കഴിഞ്ഞിട്ട് കുറേ കാലം ആഫ്രിക്കയിൽ ജോലി ചെയ്ത് വന്നു കഴിഞ്ഞിട്ട് കുടുംബത്തോടൊപ്പം ഇനിയുള്ള കാലത്ത് എൻ്റെ നാട്ടിലെ ഈ ഗ്രാമാന്തരീക്ഷത്തിൽ ജീവിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടാണ് അതിനെ ഇട്ടിട്ട് ഞെരുക്കി അവസാനം മനുഷ്യൻ ആത്മഹത്യ ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ ഇവന്മാർ NOC കൊടുത്തു. ഇതൊക്കെ സമയത്തിന് ചെയ്യണ്ടേ? ഈ പിണറായി വിജയനുമായിട്ട് വ്യക്തിപരമായി നല്ല ബന്ധമുണ്ടായിരുന്ന ആളാണ് സാബുവൻ ജേക്കബ്. പിണറായി വിജയൻ വിദേശത്ത് ചികിത്സയ്ക്ക് പോയപ്പോൾ കൂടെ നിന്ന് പരിചാരകനെ പോലെ കൂടെ നിന്ന് അതിന് വേണ്ട എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ച് കൊടുത്തത് സാബുവൻ ജേക്കബ് അന്ന്. സാബുവൻ ജേക്കബ് പരസ്യമായിട്ട് പറഞ്ഞിട്ടും ഇന്നുവരെ അവർ നിശ്ചയിച്ചിട്ടില്ലല്ലോ. ഇത്രയും അയാളെ അറ്റാക്ക് ചെയ്തിട്ടും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഇവന്മാർ നാണമില്ലാതെ പോയിട്ട് സംഭാവനയും മേടിച്ചല്ലോ. അപ്പം ഈ 400 കോടിയുടെ ഡിഫറൻസ് ഒരു വർഷം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ ഒരു മാസം എത്രയാണെന്ന് ആലോചിക്കണം. ഒരു മാസം ഏകദേശം 38 കോടിയുടെ അടുത്ത് വ്യത്യാസം വരുന്നു. ഒരു ദിവസം 1 കോടിയിലേറെ ലാഭത്തിൽ വ്യത്യാസം വരും. അത് വേണ്ടാന്ന് വെച്ചിട്ട് വീണ്ടും ഇതെങ്ങനെയും തള്ളി നിൽക്കട്ടെ, ഇവിടുത്തെ പാവപ്പെട്ടവർക്ക് അത്താണി ആവട്ടെ, അവർക്കൊരു ജോലി ആവട്ടെ എന്ന് കരുതി ഇരിക്കുക. അപ്പോഴാണ് ഇവർ നിൽക്കുന്നത്. ഇവർ പറയുന്നല്ലോ ഇൻവെസ്റ്റേഴ്സ് വരും എന്നാണ് ഊതിപ്പീർപ്പിച്ച കണക്കുകൊണ്ട്. ഇവർ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് വിളിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഇത്ര കോടിയുടെ നിക്ഷേപം വരും. എവിടെയെങ്കിലും എന്തെങ്കിലും കണ്ടോ? നമ്മുടെ ആരെങ്കിലും നാട്ടിൽ ഏതെങ്കിലും പുതിയ പ്രൊജക്റ്റ് വന്നതായിട്ട് നമ്മൾ കണ്ടോ? ആരെങ്കിലും ഇവിടെ കൊണ്ടൊന്ന് ഇൻവെസ്റ്റ് ചെയ്യുമോ? ഇവന്മാരെ തോന്നിവാസം കൊണ്ട് ആരെവിടെ ഇൻവെസ്റ്റ് ചെയ്യുക? പൈസ മുടക്കുന്നവന് ആ പൈസ നഷ്ടപ്പെടില്ല എന്ന് ബോധ്യമുള്ള ഒരു വ്യവസായ സൗഹൃദ അന്തരീക്ഷം കേരളത്തിൽ ഉണ്ടാക്കാതെ പണ്ട് ഏതോ കാലത്തും മാർക്സും ഏംഗൽസും കൂടി എഴുതിയ കിതാബിൻ്റെ ചില വാക്കുകൾ ഇങ്ങനെ ഉദ്ധരിച്ചിരുന്നിട്ടും അപ്ഡേറ്റഡ് അല്ലാതെ
ഈ മനുഷ്യന് മനസ്സിലാവാത്ത ഭാഷയിൽ സംസാരിക്കുന്ന ആൾക്കാർ വിഷണറി യാതൊരുവിധ ദീർഘവീക്ഷണവും ഭാവിയെക്കുറിച്ചിട്ടുള്ള ഒരു ചിന്തിക്കാൻ ഇവരുടെ ഭാവി സുരക്ഷിതമാണ്, ഇവരുടെ മക്കളുടെ ഭാവി സുരക്ഷിതമാണ്. അതിനുള്ള പൈസ ഇഷ്ടംപോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സമൂഹത്തിൻ്റെ മുന്നോട്ടുള്ള വഴി, പാവപ്പെട്ട മനുഷ്യരുടെ അവരുടെ അഭിവൃദ്ധിയെക്കുറിച്ച് അതൊരു കൺസേൺ അല്ലാതിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. ഓരോ വിഷയത്തിനകത്ത് ഇവർ ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 6000 പേരാണ് അദ്ദേഹത്തിൻ്റെ തെലങ്കാനയിലുള്ള യൂണിറ്റിനകത്തുള്ളത്. ആന്ധ്രാപ്രദേശിൽ അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്യും. കാരണം ഒരാൾ ഇൻവെസ്റ്റ് ചെയ്യാൻ വരുമ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത്. ഈ പിണറായി വിജയൻ ഗൾഫ് പര്യടനം നടത്തിയിട്ട് വ്യവസായികളെ ഇന്ത്യയിലോട്ട് ആകർഷിക്കുന്നതെന്ന് പറഞ്ഞിട്ട് കേരളത്തിലേക്ക് ആകർഷിക്കാൻ വേണ്ടിയിട്ട് ഗൾഫ് പര്യടനം നടത്തി ഇത്ര കോടി ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. വെറും PR വർക്കാണ്, ഉടായ്പ പരിപാടിയാണ്. അതേസമയം സ്റ്റാലിൻ മുഖ്യമന്ത്രിയായതിനു ശേഷം സ്റ്റാലിൻ ഒറ്റ വിസിറ്റേ നടത്തിയുള്ളൂ. 10,500 കോടിയുടെ ഇൻവെസ്റ്റ്മെന്റ്. അടുത്ത ദിവസം പ്രൊജക്റ്റുകൾ വന്നു. ഇവരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ആൾക്കാരെ കൊണ്ട് അങ്ങ് പ്രഖ്യാപിപ്പിച്ച് കുറച്ച് ഇവരുടെ കയ്യിലുള്ള ആൾക്കാരെ കൊണ്ട് കുറച്ച് പ്രവാസികളെ കൊണ്ട് നടക്കണ്ട, ജനത്തിന്റെ കണ്ണിപ്പൊടി ഇടുക. അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായിരുന്നാലും കേരളത്തിൽ ഒരു വ്യവസായിക സൗഹൃദ അന്തരീക്ഷമില്ല. ഈ വൃത്തികെട്ട ട്രേഡ് യൂണിയൻ കൾച്ചർ, ഈ വ്യക്തിപരമായ വൈരാഗ്യം തീർക്കൽ, ഇവർക്ക് മാസപ്പടിയും പാർട്ടി ഫണ്ടും മേടിക്കാൻ വേണ്ടിയിട്ടുള്ള ഇവരെ പിഴിയുന്ന സംവിധാനങ്ങൾ, ഇതിനെ നശിപ്പിക്കുകയാണ്. കിറ്റെക്സ് സാബുവിനെ ഇവിടുന്ന് അവിടേക്ക് പറിച്ച് നട്ടാൽ ഇപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റിന് ഇപ്പോൾ അവിടേക്ക് പോകുമ്പോൾ അവിടെയായിരിക്കും പുതിയ പ്രൊജക്റ്റ്. ഇല്ലെങ്കിൽ അതെല്ലാം കേരളത്തിൽ വരേണ്ടതാണ്. പുള്ളിക്ക് ഗതിയില്ലാത്തതുകൊണ്ട് യാതൊരു രീതിയിലുള്ള സപ്പോർട്ടും കിട്ടാത്തതുകൊണ്ടാണ് അത് ആന്ധ്രയിലും തെലങ്കാനയിലും ഒക്കെ പോകുന്നത്. അപ്പോൾ ഇത് അങ്ങേയറ്റത്തെ വൃത്തികേടാണ്. വരും തലമുറയോട് ചെയ്യുന്ന കൊള്ളരുതായ്മയാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ളത്. പൈസ ഇറക്കാൻ വരുന്നവനെ നീ നിന്റെ പണി നോക്കിപ്പോടാന്ന് പറഞ്ഞാൽ ആട്ടി ഓടിക്കുമ്പോൾ മറ്റോർത്ത് അവർ കയ്യും നീട്ടി സ്വീകരിച്ച് കേരളത്തിൽ നിക്ഷേപിക്കേണ്ടുന്ന പണം അവിടെ കൊണ്ടുപോയി നിക്ഷേപിക്കുകയും ഇവിടെ ഉണ്ടാകുന്ന തൊഴിലവസരങ്ങൾ അവിടുത്തെ തൊഴിലവസരങ്ങളായിട്ട് മാറുകയും ചെയ്യുമ്പോൾ അതിൻ്റെ കെടുതികൾ അനുഭവിക്കുന്നത് ഞാനും നീയും ഒക്കെ ഉൾപ്പെടുന്ന നമ്മുടെ നാട്ടിലുള്ള സമൂഹമാണ്. അതിൻ്റെ ഉത്തരവാദികൾ CPM ആണ്. ശ്രീനിജൻ MLA തൊട്ട് രാജീവ് മന്ത്രി തൊട്ട് പിണറായി വിജയൻ വരെയുള്ളവർ ഇതിൻ്റെ പരിപൂർണമായ ഉത്തരവാദികളാണ്.